ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരുന്നു. പല റേഷൻ കാർഡിനും അരിയുടെ ഇനത്തിൽ വിവിധ അരികളാണ് ലഭിക്കുക. എന്തെല്ലാം റേഷൻ വിഹിതങ്ങളാണ് ലഭിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചും അതോടൊപ്പം തന്നെ നാളെയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 5 തരത്തിലുള്ള റേഷൻ കാർഡിനും വിവിധ തൂക്കത്തിലുള്ള അരികളാണ് ലഭിക്കുന്നത്. അത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന അരികളിലെ ഇനത്തിൽ വ്യത്യാസങ്ങളുണ്ടാകാം. അത് സംസ്ഥാനത്തെ ഓരോ താലൂക്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. നിലവിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 30 കിലോ അരി, കേന്ദ്ര വിഹിതമായിട്ട് ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. ഇതിൽ റേഷൻ കാർഡിൽ അനുവദിച്ചിട്ടുള്ള 30 കിലോ അരിയുടെ ഇനത്തിൽ വ്യത്യാസങ്ങളുണ്ടാകാം. അതായത് നിലവിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ്റെ താലൂക്കിൽ ലഭിക്കുന്ന അരിയുടെ ഇനം 30 കിലോ അരി, 20 കിലോ പുഴുങ്ങൽ അരിയും 10 കിലോ മട്ടരിയുമാണ്. അതുപോലെ പിങ്ക് റേഷൻ കാർഡിന് സംസ്ഥാനത്ത് എല്ലായിടത്തും ഓരോ വ്യക്തിക്കും 4 കിലോ അരി 2 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. ഈ അരിയിൽ 2 കിലോ പച്ചരിയും 2 കിലോ മട്ടരിയുമാണ് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത്. മറ്റു താലൂക്കുകളിൽ സ്റ്റോക്കിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. അതുപോലെ നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരിയാണ് ലഭിക്കുന്നത്. അത് എൻ്റെ താലൂക്കിൽ 1 കിലോ മട്ടരിയും 1 കിലോ പുഴുങ്ങൽ അരിയുമാണ്. അത് എല്ലാ മാസവും ഒരേപോലെ തന്നെ ആവണമെന്നില്ല. ഈ അരിയും പുഴുങ്ങലരിയും ലഭിക്കുമ്പോൾ അടുത്ത മാസം ചിലപ്പോൾ അത് പച്ചരിയും പുഴുങ്ങലരിയും ലഭിക്കാം, അല്ലെങ്കിൽ പച്ചരിയും മട്ടരിയും ലഭിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും. അത് ഓരോ താലൂക്കിലെയും സ്റ്റോക്കിനനുസരിച്ചാണ് ആ മാറ്റം വരുന്നത്. കേരളത്തിൽ മൊത്തം വെള്ള റേഷൻ കാർഡിന് ലഭിക്കുന്നത് 3 കിലോ അരി മാത്രമാണ്. ആ 3 കിലോ അരിയും എൻ്റെ താലൂക്കിൽ പച്ചരിയാണ് ലഭിക്കുന്നത്. മറ്റു താലൂക്കുകളിൽ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കുന്ന സ്പെഷ്യൽ അരിയായ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരി, എൻ്റെ താലൂക്കിൽ അത് മുഴുവനും പുഴുങ്ങൽ അരിയാണ് ലഭിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഓരോ റേഷൻ കാർഡിനും അരി വിഹിതങ്ങൾ എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത്. മറ്റു താലൂക്കുകളിൽ സ്റ്റോക്കിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം. ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിൻ അടിയന്തര ഉപയോഗത്തിനുള്ള വാക്സിനുകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് അന്താരാഷ്ട്ര യാത്രകൾക്ക് ഉൾപ്പെടെ നേരിടുന്ന തടസ്സം ഒഴിവാക്കും. അംഗീകാരത്തിനായി കഴിഞ്ഞ ഏപ്രിൽ ഭാരത് ബയോടെക് അപേക്ഷ നൽകിയിരുന്നു. വാക്സിൻ പരീക്ഷണത്തിൻ്റെ വിശദ വിവരങ്ങൾ ലോകാരോഗ്യ സംഘടന പരിശോധിച്ചിരുന്നു. നേരത്തെ തന്നെ അനുമതി ലഭിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അനുമതി നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരുപാട് പ്രവാസികളുടെ ജോലി ഇത് കാരണം നഷ്ടപ്പെട്ടു. കാരണം ഈ വാക്സിൻ വിതരണം തുടങ്ങിയ സമയത്ത് ആദ്യം കോവാക്സിൻ ലഭിച്ചതുകൊണ്ട് കോവാക്സിൻ എടുത്തത് ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് സൗദിയിലേക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ഇന്ന് കോവിഡ് അവലോകന യോഗമുണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ ഇളവുകളാണ് സംസ്ഥാനത്ത് വന്നിട്ടുള്ളത്. സംസ്ഥാനം സാധാരണ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. സ്കൂളുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. സിനിമാ തിയേറ്ററുകളിൽ 1 ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക് പ്രവേശിക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണങ്ങൾ, വിവാഹം പോലുള്ള പരിപാടികളിലേക്ക് കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനുള്ള ഒരു തീരുമാനവും വന്നിട്ടുണ്ട്. തിയേറ്ററുകളിൽ ശാരീരിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ ആരോഗ്യവകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്കൂൾ തുറന്നത് നല്ല പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ ആളുകൾക്ക് ഇല്ല. ആദ്യ ദിവസം തന്നെ 80% കുട്ടികളും സ്കൂളുകളിൽ ഹാജരായിട്ടുണ്ട്. ഏറെ കാലത്തിന് ശേഷം സ്കൂളിൽ എത്തുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കല്യാണം, മരണാനന്തര ചടങ്ങുകൾ, മറ്റു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സമുദായിക പൊതുപരിപാടികൾ ഇവയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അടച്ചിട്ട റൂമുകളിൽ 100 പേരെ വെച്ചും പുറത്താണെങ്കിൽ 200 പേർക്കും പങ്കെടുക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് നൽകുന്നതിനുള്ള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 5-ാം തീയതിയാണ്. അതായത് മറ്റന്നാൾ വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡ് സ്ഥാപനങ്ങളിൽ
SSLC, THSLC, +2, VHSC തലങ്ങളിൽ എല്ലാ വിഷയത്തിനും A+ നേടിയിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് നൽകുന്നത്. 10,000 രൂപയായിരിക്കും അവാർഡ്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും BPL കുടുംബങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. BPL അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വാർഷിക വരുമാനം 8 ലക്ഷത്തിന് താഴെയുള്ള APL വിഭാഗക്കാരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കാനും www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പറാണ് ഇനി പറയുന്നത്. 047123005224. അവസാന തീയതി മറക്കേണ്ട 5-ാം തീയതിയാണ്, അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് അവസാന തീയതി. അത് കഴിഞ്ഞാൽ ഇതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. ഫുൾ A+ കിട്ടിയ +2 അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. 10,000 രൂപയാണ്, വെറുതെ കളയരുത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പെൻഷൻ തടസ്സപ്പെടാതിരിക്കാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ നിന്നും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2022 ജനുവരി മുതൽ പെൻഷൻ തടയപ്പെടാതിരിക്കാൻ ലൈഫ് സർട്ടിഫിക്കറ്റ് നവംബർ 1 മുതൽ ഡിസംബർ 31 ഇടയിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ എത്തിക്കേണ്ടതാണ് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗമായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ്, മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും അവരുടെ ക്ഷേമ സംരക്ഷണം ഉറപ്പ് വരുത്തുന്നതിനും സർക്കാർ ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഹെൽപ്പ് ലൈൻ സജ്ജീകരിച്ചിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് 14567 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യ വകുപ്പ്, ലീഗൽ സർവീസ് അതോറിറ്റി, കുടുംബശ്രീ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ വകുപ്പ്, മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സംയുക്തമായ സഹകരണത്തോടെയാണ് ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുക. ഹെൽപ്പ് ലൈനിൻ്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു നിർവഹിച്ചു. ിലേക്ക് വന്നാൽ സ്പോർട്സ് കോട്ടയിൽ നിയമനത്തിന് KSEB അപേക്ഷ ക്ഷണിച്ചു. ബാസ്കറ്റ്ബോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, വോളിബോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, ഫുട്ബോൾ പുരുഷന്മാർക്ക്, ടെന്നീസ് പുരുഷന്മാർക്ക് എന്നീ കായിക ഇനങ്ങളിൽ കഴിവുള്ളവരെയാണ് അപേക്ഷയ്ക്ക് പരിഗണിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഇക്കൊല്ലമോ തൊട്ടു മുമ്പുള്ള 3 വർഷങ്ങളിലോ രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുത്തവർ, ജൂനിയർ, യൂത്ത്, സീനിയർ വിഭാഗങ്ങളിൽ സംസ്ഥാന തലത്തിൽ പ്രതിനിധീകരിച്ചവർ, ദേശീയ ഗെയിംസിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചവർ, ഇന്റർസോൺ ചാമ്പ്യൻഷിപ്പിൽ സർവകലാശാലയെ പ്രതിനിധീകരിച്ചവർ അല്ലെങ്കിൽ ദേശീയ ടീം കോച്ചിംഗ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവർ ആയിരിക്കണം. ഉദ്യോഗാർത്ഥികൾ 18-നും 24 വയസ്സിനും ഇടയിൽ ഉള്ള ആളുകളായിരിക്കണം. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് എങ്കിൽ വയസ്സിൽ 1 വർഷത്തെ ഇളവ് ലഭിക്കും. ഏതൊക്കെ ഇനത്തിൽ എത്ര ഒഴിവുകൾ ഉണ്ട് എന്നുള്ള വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.